ഗതാഗത വകുപ്പ് ഓഫീസുകളിൽ നിന്ന് ഇടനിലക്കാരെ ഒഴിവാക്കാൻ നടപടികൾ കർശനമാക്കി. വകുപ്പുമായി ബന്ധമില്ലാത്ത ആളുകൾ ഓഫീസുകളിൽ കയറിയിറങ്ങുന്നത് അനുവദിക്കില്ലെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. എല്ലാ ഓഫീസുകളിലും ക്യാമറ വയ്ക്കും. ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടാൽ അറിയിക്കാൻ മൊബൈൽ ആപ്പ് ഉടൻ സജ്ജമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. RT ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഇടനിലക്കാരുടെ ഇടപെടലുകൾ തുടരുന്നതായി പരാതികൾ വീണ്ടും വന്ന പശ്ചാത്തലത്തിലാണ് കർശന നടപടിയിലേക്ക് നീങ്ങാൻ ഗതാഗത വകുപ്പ് തീരുമാനിച്ചത്. ഗതാഗത വകുപ്പിന്റെ ഓഫീസുകളിൽ വകുപ്പുമായി ബന്ധമില്ലാത്ത ആളുകൾ കയറി ഇറങ്ങരുതെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർദ്ദേശം നൽകി. പുറത്തുനിന്ന് വരുന്ന ആളുകളെ ഫയൽ നോക്കാൻ അനുവദിക്കരുതെന്നും ഓഫീസുകളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ ക്യാമറ വയ്ക്കാനും വകുപ്പ് തീരുമാനിച്ചു. RTO കാണാം, ജോയിന്റ് RTO കാണാം, പക്ഷേ നിങ്ങൾ സെക്ഷനിൽ കയറി പോകരുത്. മറ്റു പലരുടെയും ഫയലുകൾ ഒളിച്ചു വയ്ക്കുക. ഒരു കൈക്കൂലി കൊടുക്കാൻ തയ്യാറാവാത്ത ഒരു ഏജൻറ്റിന് പണം കൊടുക്കാൻ തയ്യാറാത്ത ഒരാൾ, താനും പിണങ്ങാൻ വേണ്ടി പറയുന്നതല്ല, അയാളെ ഉപദ്രവിക്കും. ഒരാൾ സ്വന്തം നിലയ്ക്ക് എല്ലാത്തിനും അപേക്ഷിക്കാനും സ്വന്തം നിലയ്ക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് എല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അത് കറപ്ഷൻ ഒഴിവാക്കാനാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഒരു ഇന്ത്യ മുഴുവൻ അത് സംവിധാനം വരുമ്പോൾ അതിനോട് നിങ്ങൾ സഹകരിക്കണം. അതുകൊണ്ട് ഓഫീസിൽ ആരും കയറാൻ പറ്റത്തില്ല. ഓഫീസിലെ സൂപ്രണ്ടിനെയോ ക്ലറിക്കൽ സ്റ്റാഫിനെയോ മിനിസ്ട്രിയൽ സ്റ്റാഫിനോടോ മെഡിയിൽ നിന്ന് വരുന്നവർ സംസാരിക്കേണ്ട കാര്യമല്ല. നിങ്ങളുടെ ഫയലുകൾ നിങ്ങളുടെ എല്ലാ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫയലുകൾ ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾ നിങ്ങൾ കൈകാര്യം ചെയ്തു തരും. ഗതാഗത നിയമലംഘനങ്ങളിൽ ഒരു സൗജന്യവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് പറഞ്ഞ മന്ത്രി ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടാൽ അറിയിക്കാൻ മൊബൈൽ ആപ്പ് ഉടൻ സജ്ജമാക്കുമെന്നും അറിയിച്ചു. ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനും തെറ്റ് കാണിച്ച ആളിന് പണിഷ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് വാങ്ങിക്കൊടുക്കാനുള്ള പുതിയ സംവിധാനം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കേരളത്തിൽ നിലവിൽ വരും. നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം, ആ നിയമലംഘനം ഷൂട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. ആ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആപ്പിലൂടെ നമ്മൾ വാട്സാപ്പ് സെൻഡ് ചെയ്യുന്ന കണക്ക് ഈ വീഡിയോ അങ്ങ് സെൻഡ് ചെയ്താൽ അത് നേരെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടും. ഉദ്യോഗസ്ഥന്മാർ ആ വീഡിയോ പരിശോധിച്ചിട്ട് നിയമലംഘനം ഉണ്ടെങ്കിൽ വണ്ടിയുടെ നമ്പരും കാണാമല്ലോ, ആ നമ്പരോട് കാണത്തക്ക രീതിയിൽ നോ പാർക്കിങ്ങിൽ കൊണ്ടിടുക. അലക്ഷ്യമായി പാർക്ക് ചെയ്ത് മാർഗ്ഗതടസ്സം സൃഷ്ടിക്കുക. 2 ബസ്സുകൾ പ്രൈവറ്റ് ബസ് ഗവൺമെൻറ് KSRTC ഡ്രൈവർമാരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ്, പ്രൈവറ്റ് ബസ്സാണെങ്കിൽ ശരി 2 ബസ്സുകൾ സമാന്തരമായി നിർത്തുക. അതിനിടയിൽ കൂടെ വേറെ ബസ് കയറിപ്പോയിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യാം. അത്തരം പരിപാടികൾ വീഡിയോയിൽ പകർത്തി അയച്ചാൽ വലിയ ശിക്ഷയുണ്ടാവും. അനധികൃതമായി വെച്ചിരിക്കുന്ന ലൈറ്റുകൾ വാഹനങ്ങളിൽ നിന്ന് അഴിച്ചു മാറ്റണമെന്നും സ്പീഡ് ഗവർണർ ഇല്ലാതെ സർവീസ് നടത്താൻ ഒരു വാഹനത്തെയും അനുവദിക്കില്ലെന്നും ഗതാഗത മന്ത്രി വ്യക്തമാക്കി. വ്യാജ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്പീഡ് ഗവർണർ പ്രവർത്തനരഹിതമാക്കിയാൽ ക്രിമിനൽ കേസെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.